ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള ഒരു സ്വീറ്റ് റെസിപ്പിയാണ്. അപ്പോൾ പെട്ടെന്നൊക്കെ നമുക്കൊരു സ്വീറ്റ് കഴിക്കണമെന്ന് തോന്നുമ്പോൾ അപ്പം ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. വെറും 5 മിനിറ്റ് കൊണ്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഒരു 2 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അതിലേക്ക് നമുക്ക് ഒരു 3 ഏലക്ക തൊലി പൊളിച്ചിട്ടങ്ങ് പൊടിച്ചെടുക്കാം. ഇനി നമുക്കൊരു പാനിലേക്ക് ഒരു 200 ഗ്രാമൊക്കെ ശർക്കര, അതായത് ഏകദേശം 1 കപ്പോളം ഉണ്ട്, അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഒരു 1/2 കപ്പൊക്കെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. അത് അവിടെ ഇരുന്ന് ഒന്ന് മെൽറ്റായിട്ട് വരട്ടെ. ആ സമയത്ത് നമുക്ക് അടുത്ത അടുപ്പിലേക്ക് ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1/2 കപ്പ് നെയ്യാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അതിലേക്ക് നമുക്ക് 1 കപ്പ് ഗോതമ്പ് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. തീ ഓഫാക്കിയിട്ട് ചേർത്ത് കൊടുത്തിരുന്നാൽ മതി. എന്നിട്ടെല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ആയതിനു ശേഷം തീ കത്തിച്ച് സിമ്മിലോ അല്ലെങ്കിൽ ഒരു മീഡിയം ഫ്ലെയിമിലോ ഇട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ആ ഗോതമ്പ് പൊടിയുടെ പച്ചമണമൊക്കെ മാറുന്ന വരെ ഒന്ന് ഇളക്കി കൊടുക്കണേ. കൈയെടുക്കാതെ ഇളക്കി കൊടുക്കണേ. അപ്പോൾ ഇത് ആ ഗോതമ്പ് പൊടിയുടെ ഒരു പച്ചമണമൊക്കെ മാറി ചെറുതായിട്ട് മൂത്ത ഒരു മണം വരുന്നുണ്ട്, കരിഞ്ഞു പോകരുത്. ഇതിപ്പോൾ നമ്മുടെ ശർക്കര നന്നായിട്ട് മെൽറ്റായി വന്നിട്ടുണ്ട്. അത് നമുക്ക് അരിച്ച് ഇതിനകത്തേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ച ഉടനെ തന്നെ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് അങ്ങ് ഇളക്കി കൊടുക്കാം. ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചാൽ മതി, കുറച്ചൊന്നും വെക്കണ്ട. അപ്പോൾ ഇളക്കുമ്പോൾ തന്നെ പെട്ടെന്ന് അത് തിക്കായിട്ട് വരുന്നത് കാണാൻ പറ്റും. ഇതിപ്പം ഇതുപോലെ തിക്കായിട്ട് വരുന്ന സമയത്ത് അതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന പഞ്ചസാര ഏലക്കയും കൂടി ഇല്ലേ, അത് ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് നമുക്ക് കാഷ്യൂ നട്ട്സ് ക്രഷ് ചെയ്തത് ചേർത്ത് കൊടുക്കാം. ഓപ്ഷനിലാണ്, ചേർക്കണമെന്ന് ഒരു നിർബന്ധമില്ല. പക്ഷെ നമ്മൾ കഴിക്കുമ്പോൾ കാഷ്യൂ നട്ട്സ് കടിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ്. വേണമെങ്കിൽ ഉണക്കമുന്തിരി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. കാഷ്യൂ നട്ട്സ് ഒന്ന് ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് ചേർക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ ടേസ്റ്റി ആയിരിക്കും. ഇത്രയേ ഉള്ളൂ, നമ്മുടെ വീറ്റ് ഹൽവ റെഡി ആയിട്ടുണ്ട്. നമുക്കൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. ഇത് നമുക്ക് ഇങ്ങനെ തന്നെ എടുത്ത് കഴിക്കാം കേട്ടോ. ഞാൻ ജസ്റ്റ് ഒന്ന് ഗാർണിഷ് ചെയ്യാനായിട്ട് ജസ്റ്റ് ഒന്ന് ഷേപ്പാക്കി കൊടുക്കുന്നുണ്ട്. അതിൻ്റെ മുകളിലേക്ക് നെയ്യ് തടവിയ സ്പൂണ് വെച്ചിട്ട് പ്രസ് ചെയ്ത് കൊടുത്തിരുന്നാൽ മതി. നന്നായിട്ടങ്ങ് പ്രസ് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ മുകളിലേക്ക് ഗാർണിഷ് ചെയ്യാനായിട്ട് കുറച്ച് നട്ട്സും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട്. നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. കഴിക്കട്ടെ. അടിപൊളി, നല്ല ടേസ്റ്റ് ഉണ്ട്. നട്ട്സൊക്കെ ഇങ്ങനെ ഇടയ്ക്ക് കടിക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ അടിപൊളി, നട്ട്സൊന്നും ഇട്ടിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. നല്ല ടേസ്റ്റ് ആയിട്ടുണ്ട്. തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണം. ഇതിപ്പോൾ നമ്മളിങ്ങനെ അല്ലാതെ നമുക്ക് പാത്രത്തിൽ ഇങ്ങനെ നന്നായിട്ട് പ്രസ് ചെയ്ത് വെച്ച് നമ്മൾ സാധാരണ ഹൽവ പോലെ കമത്തിയിട്ടിട്ട് വേണമെങ്കിൽ എടുക്കാം. അങ്ങനെയൊന്നും ഞാൻ തന്നെ നന്നായിട്ട് പ്രസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതിൽ അങ്ങനെ നമ്മൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ നല്ല ചൂടോടുകൂടി തന്നെ പ്രസ് ചെയ്ത് കൊടുക്കണം. തണുത്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു സെറ്റായിട്ട് കിട്ടില്ല. എന്നിട്ടതങ്ങ് തണുത്ത് കഴിയുമ്പോൾ നമുക്കങ്ങ് മറിച്ചിട്ട് കൊടുക്കാം. അതിൻ്റെ ആവശ്യമൊന്നുമില്ല, പക്ഷെ ഇങ്ങനെ വേണമെന്നുള്ളവർക്ക് ഇങ്ങനെ ചെയ്യാം. അപ്പോൾ മറിച്ചിട്ടിട്ടുണ്ട്. ഞാൻ അതിൻ്റെ മുകളിലേക്ക് കുറച്ച് നട്ട്സും കൂടെ ഇട്ട് ഗാർണിഷ് ചെയ്ത് കൊടുക്കാം. അപ്പം സ്ക്വയറായിട്ട് വേണമെന്നുണ്ടെങ്കിൽ സ്ക്വയർ പാത്രത്തിൽ വെച്ചിരുന്നാൽ മതി. നമുക്ക് സാധാരണ ഹലുവയൊക്കെ കട്ട് ചെയ്യണ പോലെ കട്ട് ചെയ്തങ്ങെടുക്കാം. ഞാനൊരു പ്ലേറ്റിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. നല്ല ഭംഗിയുണ്ട് കേട്ടോ കട്ട് ചെയ്തിട്ട് എടുത്തിട്ട് കാണാനായിട്ട്. കുറച്ച് തണുത്തതിന് ശേഷമാണല്ലോ സെറ്റൊക്കെ ചെയ്തത്. അപ്പോൾ അതുകൊണ്ടാണ് ചെറുതായിട്ട് മുകളിൽ ചെറിയൊരു ക്രാക്കൊക്കെ വന്ന്. ചൂടോടുകൂടി തന്നെ ചെയ്യുകയാണെങ്കിൽ അങ്ങനെയൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഉണ്ടാക്കി നോക്കണം. പെട്ടെന്ന് കഴിഞ്ഞില്ലേ, 5 മിനിറ്റ് കൊണ്ട് നമ്മളത് ഉണ്ടാക്കി കഴിഞ്ഞു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് അടുത്തൊരു അടിപൊളി റെസിപ്പി ആയിട്ട് കാണാം. അതുവരേക്കും സ്റ്റേ ഹാപ്പി, സ്റ്റേ പോസിറ്റീവ്. ബൈ.